ഫോർമാറ്റ് മാറി, ക്യാപ്റ്റൻ മാറി, ഗ്രൗണ്ട് മാറി, നോക്കുവാണെങ്കിൽ കണ്ടീഷൻ സെയിം തന്നെ. എവിടെയാണോ നമ്മൾ നാണം കെട്ടത്, 6 കളി അടുപ്പിച്ച് തോറ്റ് നമ്മൾ നാണം കെട്ടു, എന്നാൽ ഇന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വിജയം. നമ്മളിങ്ങനെ പറയാറുണ്ട് എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പുറകിൽ ഒരു പെണ്ണുണ്ടാവുമെന്ന്. ഇന്നലെ നോക്കുവാണെങ്കിൽ നമ്മുടെ പെൺപുലികൾ നോക്കുവാണെങ്കിൽ ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെ തറ പറ്റിച്ചു. ലോർഡ്സിൽ നടന്ന ആദ്യത്തെ ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പെൺപുലികൾ ജയിച്ചു. നോക്കുവാണെങ്കിൽ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ മെൻസ് ടീം നോക്കുവാണെങ്കിൽ എഡ്ജ്ബാസ്റ്റന്റെ ഗമണ്ട് പിന്നെയും പൊട്ടിച്ചു. ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ നമ്മൾ ടെസ്റ്റിനകത്ത് ആ ഗമണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതലുള്ള ആരെങ്കിലും എന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു എനിക്കറിയില്ല. അത് നല്ലൊരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു. അതുപോലെ നോക്കുവാണെങ്കിൽ ഇന്ന് ശുഭ്മൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രിൻസ് നോക്കുവാണെങ്കിൽ ബ്രില്യൻറ്റ്. നമ്മൾ എപ്പോഴും കളിയാക്കാറുള്ള ഒരു ശുഭ്മൻ ഗില്ലാണ്. നോക്കൗട്ട് മത്സരങ്ങളിൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളിൽ പെർഫോമൻസ് ചെയ്യാറില്ലെന്ന്. ഇന്ന് നോക്കുവാണെങ്കിൽ റൊക്കോയെ നമ്മളെല്ലാം പ്രതീക്ഷ വെച്ചു. പക്ഷേ റൊക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കയറിപ്പോയപ്പോഴത്തേന് സ്വന്തം ഷോൾഡറിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. നോക്കുവാണെങ്കിൽ ജോ ആർച്ചർ നോക്കുവാണെങ്കിൽ 142 ആവറേജിലായിരുന്നു ബോൾ ചെയ്തത്. ജോഷ് ടങ് നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു. പിച്ച് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു പിച്ചായിരുന്നു. എക്സ്ട്രാ പേസും ബൗൺസും കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ബ്രില്യൻറ്റ്. സെഞ്ചുറിയോളം വലിപ്പമുള്ള ഒരു 80+ റൺസ് കണ്ടെത്തുന്നു. ക്രാമ്പ് ആവുന്നു, കയറി പോകുന്നു. അല്ലെങ്കിൽ ഒരു ഡിസർവ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി നോക്കുവാണെങ്കിൽ ഇന്ന് ശുഭ്മൻ ഗില്ലിന് കിട്ടിപ്പോയനെ. ടെസ്റ്റിനകത്ത് നമ്മൾ കണ്ടായിരുന്നു, തുടർച്ചയായിട്ടുള്ള 4 സെഞ്ചുറി ശുഭ്മൻ ഗില്ല് നേടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു 200+ റൺസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എടുത്തു പറയേണ്ടത് ഇന്ന് ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. എന്നാ കിടിലൻ ക്യാപ്റ്റൻസി ആയിരുന്നു അറിയാമോ? ആ ഒരു ബോളിംഗ് റൊട്ടേഷൻ സത്യം പറഞ്ഞാൽ കണ്ടിരുന്ന് പോകുന്നുള്ള ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു. എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ആവേണ്ടതെന്നുള്ളത് ശ്രേയസ് അയ്യർ നിന്ന് കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്? നമ്മുടെ ബോളിംഗ് റൊട്ടേഷൻ വളരെ മോശമായിരുന്നു. പവർ പ്ലേക്കകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് നോക്കിക്കേ, ബുംറ തിരിച്ചു വരുന്നു, 150 വിക്കറ്റ് എടുക്കുന്നു ഓഡിയക്കകത്ത്. ഇന്ന് കളി മാറിയ മാർഗം കണ്ടോ? കൃഷ്ണ, ചെണ്ടയെന്ന് വിളിക്കുന്ന കൃഷ്ണ ശുഭ്മൻ ഗില്ലിന്റെ കയ്യിലോട്ട് വന്നപ്പോഴത്തേന് നല്ല കുട്ടിയായിട്ട് ബോൾ ചെയ്ത് കണ്ടോ? ഗുർനൂർ ബാർ, ഇന്ത്യയുടെ സെൻസേഷൻ, 2027 വേൾഡ് കപ്പിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വജ്രായുധം വന്നിട്ട് ഇന്ന് വിക്കറ്റ് എടുക്കുന്നു. അക്സർ പട്ടേൽ ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അക്സർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബാറ്റ് കൊണ്ട് ഇന്ന് ബാറ്റ് കൊണ്ട് പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിക്കറ്റ് എടുത്ത് പ്രൂവ് ചെയ്യുന്നു. സുന്ദരൻ, എല്ലാവരും വിളിച്ച് കളിയാക്കാറുള്ള സുന്ദരൻ വന്നിട്ട് 4 ഓവർ എറിയിപ്പിച്ചുള്ളൂ. എന്നാൽ ബാറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിനെ ഒരു റൺഔട്ട് ആക്കി. എന്നാൽ അവിടെ നിന്നിട്ട് ടീമിനെ വിജയിപ്പിക്കാൻ സുന്ദറിനുമായി. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കംബാക്ക് ഇന്ത്യൻ ടീം നടത്തുന്നു. 3 മത്സരമാണ് ഈ ഓടിയേക്കത്തുള്ളത്. സോ ആദ്യത്തെ സ്ട്രൈക്ക് നമ്മൾ കൊടുക്കുന്നു. ആദ്യത്തെ വിജയം നേടിക്കഴിയുവാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് അടിച്ചു കയറാൻ എളുപ്പമായിരിക്കും. ആദ്യം നമ്മൾ പരാജയപ്പെടുവാണെങ്കിൽ പിന്നെ അയർലൻഡിൽ സംഭവിച്ചതുപോലെ ഇംഗ്ലണ്ടിൽ സംഭവിച്ചതുപോലെ പ്രഷർ വരും. പിന്നെ നമ്മൾ ബാക്ക് ഫുട്ടിലോട്ട് പോകേണ്ടതായിട്ട് വരും. തുടർച്ചയായിട്ട് നോക്കുവാണെങ്കിൽ 6 കളി ഓടിയേക്കകത്ത് നമ്മൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. 6 കളി തുടർച്ചയായിട്ട് നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. നമ്മളാണ് നമ്പർ 1 സൈഡ് ഓടിയേക്കകത്ത്. നമ്പർ 1 ടീം എങ്ങനെയാണോ കളിക്കേണ്ടത് അതേപോലെ ഡോമിനേറ്റ് ചെയ്തു. നമ്മൾ T20 പറ്റാതെ പോയത്, ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും പറ്റാതെ പോയത് ഇന്ന് നമ്മുടെ ടീം, നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീം ഇന്ന് വന്നിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നേരെ നമുക്ക് ഇന്നത്തെ മത്സരത്തിലോട്ട് പോവുകയാണെങ്കിൽ ടോസ് കിട്ടുന്ന ഇംഗ്ലണ്ട് എന്തായാലും ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കും. നല്ലൊരു സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ബെൻ ഡക്കറ്റും ജേക്കബ് ബദേലും കൂടെ ചേർന്നും കൊടുത്തു. ഇന്ന് നോക്കുകയാണെങ്കിൽ ജേക്കബ് ബദേൽ അവിടെ ബാറ്റ് ചെയ്യാൻ വന്നത്. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. ഏകദേശം 10 ഓവറിനകത്ത് 50 റൺസോളം കണ്ടെത്തി. ബുംറയെ നോക്കുവാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് കളിച്ചത്. വിക്കറ്റ് കൊണ്ട് കൊടുത്തതേ ഇല്ല ബുംറയ്ക്ക്. ബുംറയെ നോക്കുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോയതേ ഇല്ല ബെൻ ഡക്കറ്റ്. ജേക്കബ് ബദേൽ നോക്കുവാണെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ആ ഒരു ഗുഡ് ലെങ്ത് ഡെലിവറി, അതുപോലെ തന്നെ ഹാർഡ് ലെങ്ത് ഡെലിവറി നോക്കുവാണെങ്കിൽ മാറി ബാറ്റ്സ്മാൻമാരെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു രണ്ടുപേരും കൂടെ ചേർന്ന്. എന്നാൽ ശുഭ്മൻ ഗില്ലിന്റെ ബോളിംഗ് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ ബുംറയെ എങ്ങനെയാണ് വർക്ക് ലോഡ് മാനേജ്മെന്റ് ചെയ്യിപ്പിക്കേണ്ടത്? ആദ്യത്തെ 4 ഓവർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഗുർനൂർ ബാറിനെ കൊണ്ടുവരുന്നു. ഗുർനൂർ ബാറിനെ നോക്കുവാണെങ്കിൽ 2 ഓവറിന് തടി കൊണ്ടു. ഏകദേശം 30 റൺസോളം 2 ഓവറിൽ വഴങ്ങി. പക്ഷേ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണ് ബോർഡറെ ബാക്ക് ചെയ്യേണ്ടത് അതുപോലെ ബാക്ക് ചെയ്തു. അവന്റെ ലൈനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് ആ ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറിയിൽ സ്റ്റിക്ക് ചെയ്ത് ബോൾ ചെയ്യിപ്പിച്ചു. ഡീപ്പിനകത്ത് ഫീൽഡറെ കൊടുത്തിട്ട് ജേക്കബ് ബദേലിനെതിരെ ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറിയിൽ ജേക്കബ് ബദേലിനെ തൂക്കുന്നു. അതേപോലെ അപകടകാരിയായിട്ട് നിന്ന ബെൻ ഡക്കറ്റ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കണക്കിന് കൊടുത്തായിരുന്നു ഗുർനൂർ ബാറിനെ. ഗുർനൂർ ബാറും ബെൻ ഡക്കറ്റും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ബെൻ ഡക്കറ്റിന്റെ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ആ ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറിയിൽ തേർഡ് മാനിൽ ക്യാച്ച് എടുക്കുന്നു. ബുംറയുടെ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച്, ബ്രില്യൻ്റ് ക്യാച്ച് നോക്കുവാണെങ്കിൽ അത് 6 പോകേണ്ടതാണ്. പക്ഷെ കറക്റ്റായിട്ട് ബോഡിയെ കൺട്രോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ബുംറ വന്നിട്ട് ആ ഒരു ക്യാച്ച് എടുക്കുന്നു. സൂപ്പറായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഹാരി ബ്രോക്ക്, അപകടകാരിയായിട്ടുള്ള ഒരു ഹാരി ബ്രോക്ക് നോക്കുവാണെങ്കിൽ T20 2 കളിയിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ഇന്ത്യയുടെ മാച്ചിനെ അതിവേഗത്തിൽ കൊണ്ടുപോയ ഒരു പ്ലെയറാണ്, നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. എന്നാൽ ഹാരി ബ്രൂക്ക് നോക്കുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേന് നേരെ ബുംറയെ കൊണ്ടുവരുന്നു. അതേ ഓവറിനകത്ത് ഹാരി ബ്രോക്കിന്റെ വിക്കറ്റ് എടുക്കുന്നു. ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറി നോക്കുവാണെങ്കിൽ, ഒരു ഇൻസിങ് ഡെലിവറിയിലൂടെ നോക്കുവാണെങ്കിൽ നിക്കായിട്ട് സ്ലിപ്പിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് രോഹിത് ശർമ്മയുടെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട്
ആര്യ ബ്രോക്കും കയറിപ്പോയി. അവിടെ നോക്കുവാണെങ്കിൽ പിന്നെ പ്രസിദ്ധ് കൃഷ്ണയെ കൊണ്ടുവരുന്നു. കൃഷ്ണയെ കൊണ്ടുവന്നിട്ട് ഒരു ഓവറിനകത്ത് 2 വിക്കറ്റ് എടുപ്പിക്കുന്നു. നോക്കുവാണെങ്കിൽ കൃഷ്ണ ഒരു ഓവറിനകത്ത് 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. നോക്കുവാണെങ്കിൽ ആ ഓവർ നോക്കുവാണെങ്കിൽ മേളിനാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ നല്ല ഫോമിലായിരുന്നു. ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് എടുക്കുന്നു. സാം കരൻ നോക്കുവാണെങ്കിൽ ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിയാവുന്ന, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 280 290 റൺസ് വന്നിരുന്നെങ്കിൽ മാച്ച് കയ്യിൽ പോയേനെ. സോ അവിടെ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിന് കഴിഞ്ഞു. ബോളർമാർ വിശ്വാസം അർപ്പിച്ചു. പേസ് ബോളർമാർ വിക്കറ്റ് എടുത്തു കൊടുത്തു. പക്ഷേ എന്നാൽ അതുവരെ നോക്കുമ്പോൾ എല്ലാം വളരെ ശുഭമായിരുന്നു. 22 ഓവറിനകത്ത് 106 റൺസ്, 6 വിക്കറ്റ് പോയി. അവിടെ നോക്കുവാണെങ്കിൽ സെയിം പല്ലവി. മിഡിൽ ഓവറിനകത്ത് ഇന്ത്യയുടെ ബോളർമാർക്ക് വിക്കറ്റ് കിട്ടാത്തതിന്റെ സെയിം പല്ലവി. നമ്മൾ എങ്ങനെയാണോ ആസ്ട്രേലിയക്കെതിരെ വേൾഡ് കപ്പ് തോറ്റത്, നമ്മൾ എങ്ങനെയാണോ ന്യൂസിലാൻഡിനെതിരെ സീരീസ് തോറ്റത്, അതേപോലെ ഉള്ള ഒരു പാർട്ണർഷിപ്പ്, ഏകദേശം 120 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് റൂട്ടും ഡോസിനും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ ബോളർമാർക്ക് ഒരു രീതിയിലുള്ള ക്ലൂ ഇല്ലായിരുന്നു എങ്ങനെ അവരുടെ വിക്കറ്റ് എടുക്കണമെന്നുള്ളത്. 108 റൺസിൽ 6 വിക്കറ്റ് പോയെടുത്തുനിന്ന് അടുത്ത വിക്കറ്റ് പോകുന്ന 228 റൺസ് ആയപ്പോഴാണ്. ഏകദേശം 45ാമത്തെ ഓവറിലാണ് ഒരു വിക്കറ്റ് പോകുന്നത്. അവിടെ ഒരു 100 റൺസിന്റെ പാർട്ണർഷിപ്പ് വരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ബലഹീനതയായിട്ട് വരുമോ. എന്താണ് ഇന്ന് 3 ഓൾറൗണ്ടർമാരെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. സുന്ദരൻ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ചെയ്തു. ഇനി സുന്ദരനെ മാറ്റാൻ പറ്റത്തില്ല. ശിവൻ ദുബെയും സുന്ദറും അക്സർ പട്ടേലും കൂടെ ചേർന്ന് എങ്ങനെയാണ് ഈ ടീമിനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇന്ത്യക്ക് ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുൽദീപ് യാദവേ ഉള്ളൂ. കുൽദീപ് യാദവിന്റെ ഫോം ചോദിക്കുവാണെങ്കിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ നമുക്കൊരു മിഡിൽ ഓർഡറിനകത്ത് ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ വേണം, അത്യാവശ്യം തന്നെയാണ്. നമുക്ക് 8 വരെ ബാറ്റിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വിക്കറ്റ് എടുക്കുന്ന ബോളർമാർ വേണം. എക്സ്പെഷ്യലി നമുക്ക് ന്യൂ ബോളിനകത്ത് മേ ബി നമ്മുടെ പേസ് ബോളർമാർ വിക്കറ്റ് എടുക്കും. ബുംറയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഗുർനൂർ വിശ്വാസമുണ്ട്, കൃഷ്ണയിൽ വിശ്വാസമുണ്ട്. പക്ഷേ മിഡിൽ ഓർഡറിനകത്ത് ആര് വിക്കറ്റ് എടുക്കും? അക്സർ പട്ടേൽ നോക്കുവാണെങ്കിൽ 4 വിക്കറ്റ് എടുത്തു. പക്ഷെ അത് അവസാനം വന്നിട്ടാണ് 4 വിക്കറ്റ് കിട്ടിയത് ടേലന്റിന്റെ 45ാമത്തെ ഓവറിൽ. സോ അതുവരെയുള്ള ഒരു പാർട്ണർഷിപ്പ് വരുന്നു. മേ ബി അക്സർ പട്ടേൽ വന്നിട്ട് അവസാനത്തെ ഓവറിനകത്ത് 2 വിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി കളി ഒരു 280 പോയിരുന്നെങ്കിൽ മേ ബി പണി കിട്ടിപ്പോന്നെ. ജോ റൂട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഔട്ടായിട്ടില്ല. സോ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബലഹീനതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഓർഡറിനകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോകുന്നത്. അടുത്ത കളിയിലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും 3 ഓൾറൗണ്ടർമാർ ആവശ്യം എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമുക്കൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ വേണം. ഇന്ന് നമ്മുടെ പേസ് ബോളർമാർ അവിടെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. എല്ലാ ദിവസവും അങ്ങനെ സ്ട്രൈക്ക് കിട്ടണമെന്നോ ഇതുപോലത്തെ ഒരു പിച്ച് ആവണമെന്നോ ഇല്ല. മേ ബി ഒരു ഫ്ലാറ്റ് പിച്ചിലോട്ട് പോയി കഴിയുമ്പോൾ മേ ബി വിക്കറ്റ് കിട്ടണമെന്നില്ല. സോ അപ്പം നമുക്ക് സ്പിന്നർമാരാണ് വിക്കറ്റ് എടുക്കേണ്ടത്. അടുത്ത കളിയിൽ എൻ്റെ അഭിപ്രായത്തിൽ രവി വിഷ്ണു അല്ലെങ്കിൽ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ അത്യാവശ്യം തന്നെയാണ്. ഇന്ത്യൻ ടീം അത് പരിഗണിക്കുമായിരിക്കും. 3 ഓൾറൗണ്ടർമാർ ആവശ്യം ടീമിനകത്തുണ്ടോ എന്നുള്ളത് ടീം പരിശോധിക്കട്ടെ. അക്സർ പട്ടേൽ വന്നിട്ട് അവിടെ നോക്കുവാണെങ്കിൽ 4 വിക്കറ്റ് എടുത്തു. 47.2 ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കി. 50 ഓവർ പോലും കളിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചില്ല. ബുംറ നോക്കുവാണെങ്കിൽ 1 വിക്കറ്റ് എടുത്തു. ഗുർനൂർ നോക്കുവാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു. കൃഷ്ണ നോക്കുവാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു. ശിവൻ ദുബെയും വന്നിട്ട് അവിടെ ഒരു വിക്കറ്റ് എടുത്തു. ശിവൻ ദുബെ വന്നിട്ട് അവിടെ നോക്കുവാണെങ്കിൽ വിൽ ജാക്കിന്റെ വിക്കറ്റ് എടുത്തു. ബ്രില്യൻ്റ് ആയിട്ട് ആ ക്യാച്ച് നോക്കുവാണെങ്കിൽ രാഹുൽ പിടിച്ചു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് ബ്രില്യൻ്റ് ആയിരുന്നു. ശിവൻ ദുബെ നോക്കുവാണെങ്കിൽ 7 റൺസിനകത്ത് റൂട്ടിന്റെ ക്യാച്ച് ഇന്നും കൊണ്ട് കളഞ്ഞു. അതുപോലെ തന്നെ ജോ റൂട്ട് വന്നിട്ട് തന്റെ ക്ലാസ് കാഴ്ചവെച്ചു. ടെസ്റ്റിനകത്തും അതുപോലെ തന്നെ ODIക്കകത്തും 50 റൺസ് ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. AB ഡിവിലിയേഴ്സിന് ശേഷം നോക്കുവാണെങ്കിൽ ജോ റൂട്ടും ആ ഒരു ലിസ്റ്റിലോട്ട് വന്നു. ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. അവിടെ നോക്കുവാണെങ്കിൽ ഒരു തകർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ടീം. അവിടെ നോക്കുവാണെങ്കിൽ ഒരു പൊരുതാൻ വേണ്ടിയുള്ള ഒരു സ്കോറിലോട്ട് എത്തിക്കാൻ ജോ റൂട്ടിന്റെ ഇന്നിങ്സിനായി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ വിരാട് കോഹ്ലി IPL ശേഷം നോക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചുറി ആവുന്നു. അതിനുശേഷം അഫ്ഗാൻ സീരീസ് നഷ്ടപ്പെടുന്നു. എന്നാൽ ഇംഗ്ലണ്ട് തന്റെ ഹോം ഗ്രൗണ്ടാണ് ഇംഗ്ലണ്ട്. അപ്പോൾ അവിടെയാണല്ലോ താമസം. വരുന്നു, പക്ഷെ സ്ട്രഗിൾ ചെയ്യുന്നു. അടുത്ത മത്സരത്തിനകത്ത് വിരാട് കോഹ്ലിക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. പക്ഷെ രോഹിത് ശർമ്മ നോക്കുവാണെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് മാറുവാണ്. രോഹിത് ശർമ്മയുടെ ഒരു ഫോം നോക്കുവാണെങ്കിൽ അഫ്ഗാൻ സീരീസിനകത്താണെങ്കിലും ഇനിയും വരുന്ന സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ ടീം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി എടുത്തിട്ട് നമുക്ക് ഈ ടീമിനകത്ത് ഇടം കൊടുക്കാൻ കഴിഞ്ഞില്ല. രോഹിത് ശർമ്മയെ ടീം ബാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് രോഹിത് ശർമ്മ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, തുടക്കത്തിലെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. രോഹിത് ശർമ്മ നോക്കുവാണെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പെർഫോമൻസ് ചെയ്യേണ്ടത് രോഹിത് ശർമ്മയുടെ ആവശ്യമായിട്ട് മാറി. പെർഫോമൻസ് ചെയ്യാൻ കഴിയാട്ടെ ഇനിയുള്ള 2 മത്സരങ്ങളാണ്. പിന്നെ ശുഭ്മൻ ഗില്ലിന്റെ വെടിച്ചില് ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഷോർട്ട് ബോൾ എറിഞ്ഞ് സ്ട്രഗിൾ ചെയ്യാൻ നോക്കുമായിരുന്നു. അവിടെ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് ജോഷ് ടങ്ങിനെ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ഒരു പുൾ ഷോട്ട് കളിക്കുന്ന കണ്ടു. അതുപോലെ പുള്ള്, ഓൺ ഡ്രൈവ് എല്ലാം നോക്കുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഇന്ന് കാണാൻ കഴിഞ്ഞു. മെച്യൂർ ആയിട്ടുള്ള ഒരു ശുഭ്മൻ ഗില്ല്. ഇങ്ങനെ ഒരു ശുഭ്മൻ ഗില്ലിനാണ് ഇന്ത്യൻ ടീമിന് ആവശ്യമുള്ളത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന, പ്രഷർ സിറ്റുവേഷനകത്ത് ആ ബാറ്റ് ചെയ്യുന്ന ഒരു ശുഭ്മൻ ഗില്ലിനെ, ഇതുപോലെ ഒരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്ന ശുഭ്മൻ ഗില്ലിനാണ് ഇന്ത്യൻ ടീമിന് വേണ്ടത്. ഇതേ ഒരു പോസ്റ്റർ ബോയ് ആണ് ഇന്ത്യക്ക് വേണ്ടത്. അത് ശുഭ്മൻ ഗില്ലിന് കൊടുക്കാൻ കഴിയട്ടെ.
ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ഡിസർവ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി നഷ്ടപ്പെട്ടു. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു, പക്ഷേ 48 റൺസ് 2 വിക്കറ്റ് പോയപ്പോൾ അവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് വേണമായിരുന്നു. ശ്രേയസ് അയ്യർ അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തു നോക്കുവാണെങ്കിൽ, എന്നാൽ അവിടെ ഒരു പാർട്ണർഷിപ്പ് 100 റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ്, അക്സർ പട്ടേൽ എന്നൊരു ബാറ്റ്സ്മാൻ നോക്കുവാണെങ്കിൽ 50 ഓവർ വേൾഡ് കപ്പിന് മുമ്പ് അക്സർ പട്ടേൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും. ഇന്ന് നോക്കുവാണെങ്കിൽ ബാറ്റ് കൊണ്ട് പ്രൂവ് ചെയ്തു വളരെ വേഗത്തിൽ. സുന്ദർ നോക്കുവാണെങ്കിൽ അല്പം ഒന്ന് സ്ലോ ആയപ്പോഴത്തേന് അക്സർ പട്ടേൽ വന്നിട്ട് ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്തു. 52 ബോളിൽ 57 റൺസ് എടുക്കുന്നു, 5 4ഉം 1 6ഉം. അതുപോലെ തന്നെ സുന്ദർ നോക്കുവാണെങ്കിലും അവിടെ ഒരു പാർട്ണർഷിപ്പ് 100 റൺസിന്റെ പാർട്ണർഷിപ്പ് രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. വലിയൊരു സ്ട്രഗിളോട്ട് പോകാതെ ഏകദേശം 150 റൺസിനകത്ത് 2 വിക്കറ്റ് പോകുന്നു. അവിടെ ശുഭ്മൻ ഗിൽ നോക്കുവാണെങ്കിൽ റിട്ടയർ ഔട്ടായിട്ട് കയറി പോകുന്നു. KL രാഹുൽ വന്നിട്ട് വിക്കറ്റ് കൊണ്ട് കളയുന്നു. ശ്രേയസ് അയ്യർ വന്നിട്ട് അവിടെ റൺ ഔട്ട് ആകുന്നു. സോ അവിടെ നോക്കുവാണെങ്കിൽ ഇവരെ രണ്ടുപേരുടെ ഒരു റോള്, സുന്ദറിന്റെയും അക്സറിന്റെയും റോള് നിർണായകമായിട്ട് മാറി. അവിടെ നോക്കുവാണെങ്കിൽ ഒരു വിക്കറ്റ് കൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യ മേ ബി സ്ട്രഗിൾ ചെയ്തേനെ, ഇന്ത്യ മേ ബി മത്സരം പരാജയപ്പെട്ടേനെ. എന്നാൽ അവിടെ നിന്നിട്ട് മത്സരം വിജയിപ്പിക്കാൻ അവർക്ക് രണ്ടുപേർക്കുമായി. ഗൗതം ഗംഭീർ ചെയ്യേണ്ട ഇതാണ്, ടീമിനെ അവർ ഇഷ്ടത്തിന് കളിപ്പിക്കാൻ വേണ്ടി വിടുക. പ്ലേയിങ് ഇലവനകത്തൊന്നും കയറി തലയിടാതിരിക്കുക. സ്ട്രാറ്റജി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഗൗതം ഗംഭീർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വലുതായിട്ട് വരാതിരിക്കുക. ഞാൻ നോക്കുമ്പോഴത്തേന് T20യിലും അതുപോലെ തന്നെ ODIയിലും MS ധോണിയുടെ ഒരു പ്രസൻസ് ഗാലറിയിൽ കാണുന്നുണ്ട്. MS ധോണി നമുക്ക് അറിയാം IPL കഴിഞ്ഞ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ടീമിന്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നത്, ടീം പോകുന്നതിന്റെ ഒപ്പം ഇങ്ങനെ പുറകെ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു രവി ശാസ്ത്രി ഹെഡ് കോച്ച് ആയപ്പോഴത്തേന് ഇതുപോലൊരു മെന്ററായിട്ട് ധോണി പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. കോച്ചിങ് സ്റ്റാഫുകൾ ഇളകാൻ പോകുന്നുണ്ട്. സോ MS ധോണി ആ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത് ഒരു ശുഭസൂചനയായിട്ട് ഞാൻ കാണുന്നു. മേ ബി ഇന്ത്യൻ ടീമിന്റെ പാർട്ടായിട്ട് മേ ബി MS ധോണി മാറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം.